നെഞ്ചുവേദന വന്നാലോ ഹൃദയമിടിപ്പ് കൂടിയാലോ ഡോക്ടർ പലപ്പോഴും ആദ്യം ECG ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ ECG എന്താണ് ഈ പരിശോധന കാണിക്കുന്നത് നോക്കിയാലോ. ECG എന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന പരിശോധനയുടെ ചുരുക്കപ്പേരാണ്. നമ്മുടെ ഹൃദയം ഓരോ തവണ മിടിക്കുമ്പോഴും ചെറിയ വൈദ്യുത സിഗ്നലുകൾ അഥവാ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകാറുണ്ട്. ഈ സിഗ്നലുകളെയാണ് ECG രേഖപ്പെടുത്തുന്നത്. പരിശോധനയ്ക്കായി നെഞ്ചിലും കൈകളിലും കാലുകളിലും ചെറിയ ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കും. ഇത് വേദനയില്ലാത്തതും സാധാരണ 5 മിനിറ്റിൽ താഴെ പൂർത്തിയാകുന്നതുമായ ഒരു പരിശോധനയാണ്. ECG വഴി ഹൃദയമിടിപ്പിൻ്റെ വേഗതയും താളവും വിലയിരുത്താനും ചില ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സൂചനകൾ കണ്ടെത്താനും ഡോക്ടർക്ക് സഹായം ലഭിക്കും. ഉദാഹരണത്തിന് ചില ഹൃദയമിടിപ്പ് തകരാറുകൾ എന്ന് വെച്ചാൽ അർത്തീമിയ പോലുള്ളവ, ചില ഹാർട്ട് അറ്റാക്കുകളുടെ സൂചനകൾ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിലെ ചില മാറ്റങ്ങൾ ECGയിൽ കണ്ടെത്താൻ കഴിയും. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഒരു സാധാരണ ECG ആണെന്ന് മാത്രം നോക്കി എല്ലാ ഹൃദയ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ചില ഹൃദയ പ്രശ്നങ്ങൾ വിശ്രമാവസ്ഥയിൽ ECGയിൽ കാണണമെന്നില്ല. ചില എക്കോ, സ്ട്രെസ് ടെസ്റ്റ്, TMT, ഹോൾട്ടർ മോണിറ്ററിംഗ് അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾ കൂടി ഇതിൻ്റെ കൂടെ ആവശ്യമായി വരാം. അതുകൊണ്ട് ECG റിപ്പോർട്ട് മാത്രം നോക്കിയല്ല ഡോക്ടർ രോഗനിർണയം നടത്തുന്നത്. രോഗലക്ഷണങ്ങൾ, ശാരീരിക പരിശോധന, മെഡിക്കൽ ചിത്രം, മറ്റ് പരിശോധനകൾ എന്നിവയും ചേർത്താണ് ശരിയായ വിലയിരുത്തൽ നടത്തുന്നത്. നമ്മൾ ECG റിപ്പോർട്ട് സ്വയം വായിച്ച് നിഗമനങ്ങളിലെത്തുകയോ ചികിത്സ മാറ്റുകയോ ചെയ്യരുത്. പരിശോധനാ ഫലം ഡോക്ടറുമായി ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ECG ഹൃദയത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന പരിശോധനയാണ്. പക്ഷേ അത് രോഗനിർണയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇതിൽ വേരിയേഷനൊക്കെ വന്നാൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുക. കൂടുതൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ആൾ.